നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മൊഡ്യൂൾ 5 CSIർക്ക് മൊഡ്യൂൾ 4ലും IT മൊഡ്യൂൾ 5ലാണ് രജിസ്റ്റേഴ്സ് പറയുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഒരു കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്? ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഡിജിറ്റൽ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? n ബിറ്റ് ഓഫ് നമ്പേഴ്സിന് n നമ്പർ ഓഫ് ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതാണ് രജിസ്റ്ററും ഫ്ലിപ്പ് ഫ്ലോപ്പും. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ, സിംഗിൾ ബിറ്റ് ഓഫ് ബൈനറി ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n ബിറ്റ് രജിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് n ബിറ്റ് വേർഡ്സ് ആയിരിക്കും. അപ്പോൾ n ബിറ്റ് വേർഡ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. അതാണ് രജിസ്റ്ററായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ രജിസ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ടാണ്. ഓപ്പറേഷൻസ് ഓഫ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂഷനാണ്. ഫെച്ചിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസേഴ്സിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. യൂസറിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നു, എന്നിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? അത് മെയിൻ മെമ്മറിയിലോട്ട് കൊടുക്കുന്നു. ആ ഫെച്ചിയാണ് ചെയ്യുന്നത്. യൂസറിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് അത് മെയിൻ മെമ്മറിയിലോട്ട് ഫെച്ചിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡീകോഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻസിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡീകോഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എക്സിക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസിനെ CPU വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ടിനെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം അത് യൂസറിലോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതും എക്സിക്യൂട്ടിലാണ്. അതാണ് നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതെന്താണ്? CPU സ്റ്റോർ ചെയ്ത റിസൾട്ട്, CPU പ്രോസസ്സ് ചെയ്ത റിസൾട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ആ റിസൾട്ടിന് യൂസേഴ്സിന് ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ് എന്തിൻ്റെ പണി? എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പം നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? n ബിറ്റ് നമുക്ക് നമ്പർ ഓഫ് കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെയാണ് രജിസ്റ്ററായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എന്താ പറഞ്ഞത്? n ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും. അത് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് n ബിറ്റ് വേർഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കും. ആ ഒരു കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ മൾട്ടിപ്പിൾ ബിറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡാറ്റ ഈസ് മൂവ്ഡ് ഫ്രം വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു അനദർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും വേറൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടുള്ള ഡാറ്റയുടെ മൂവ്മെൻറ്റിനെയാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ നമുക്കുള്ള മെയിനായിട്ട് പഠിക്കാനുള്ള 4 ഓപ്പറേഷൻസ് ആണ്. 4 മോഡ്സ് ആണ്. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഈ 4 മോഡ്സാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് കൊടുക്കുന്നത് സീരിയലായിരിക്കും, ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? സീരിയൽ ഫോർമാറ്റിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ഓരോ ബിറ്റ്സ് മാത്രമായിരിക്കും മൂവ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ഒരു ഡാറ്റ മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് മൂവ് ചെയ്യുന്നു. പക്ഷേ ഇത് എന്തൊക്കെയാണ്? അറ്റ് എ ടൈം സിംഗിൾ ബിറ്റ് മാത്രമായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇതാണ് എക്സാമ്പിളായിട്ട് നമുക്ക് 4 ബിറ്റ്സിൻ്റെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു. F1, F2, F3, F4 ആയിട്ട് 4 ബിറ്റ്സിന് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിലെന്താണ്? നമ്മളൊരു സിംഗിൾ ഇൻപുട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് ഇത് ഇൻപുട്ടായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് സോൺ. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായിരിക്കും? ഒരു സിംഗിൾ ക്ലോക്ക് പൾസസ് ആയിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് ഒരു സീരിയൽ ഇൻ സീരിയൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും സിംഗിൾ ബിറ്റിലാണ് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിലെല്ലാം 0 ആയിരിക്കും. അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 0 0 0 0 നമ്മുടെ ഔട്ട്പുട്ട് എല്ലാം 0 ആയിരിക്കും. നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ നമ്മളായിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എല്ലാം 1 1 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താ? ബൈനറി നമ്പർ
1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സിംഗിൾ ബിറ്റ് ട്രാൻസിഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒരു ഇൻപുട്ട് 1നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും 1 അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നു, റിമൈനിങ് എല്ലാം എന്തായിരിക്കും 0 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, ഒരു ഇൻപുട്ടും കൂടി കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഈ വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ടിൽ വരുന്ന 1നെ എവിടേക്കായിരിക്കും, ഇവിടേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഈ 1നെ ഇപ്പോഴത്തേക്ക് പാസ് ചെയ്തു, ഈ ഇൻപുട്ടിൽ വന്ന 1നെ എവിടെ ചെയ്തു, D1ൻ്റെ F3യുടെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വൺസ് ആണുള്ളത് അത്രയും നമുക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് 2 വൺസ് ഉണ്ടല്ലോ, ഈ 1നെ ഈ ഒരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു, ഈ 1നെ ഈ ഒരു ലൊക്കേഷനിൽ മൂവ് ചെയ്തു, ഇവിടെ വന്ന 1നെ ഈ ഒരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു. അതാണ് നമ്മുടെ എന്ത് കാണിച്ചിരിക്കുന്നത്, സീരിയലായിട്ടാണ് ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ 1 ആയിട്ട് ഡിഫൈൻ ചെയ്തത്. ഫൈനലി എന്തായിരിക്കും 0 തന്നെയായിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാം 1 ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ സ്റ്റോർഡ് വേർഡ് ഇൻ ചേഞ്ച് ടു എന്ന് പറഞ്ഞത് എന്തായിരിക്കും 4 വൺസ് ആണ്. ഇതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറ്റ് എ ടൈം എന്തായിരിക്കും LSB തൊട്ടാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്. LSBയിൽ നിന്ന് മൂവ് ചെയ്തു വരുന്നു. നെക്സ്റ്റ് അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1നെ പ്രോസസ്സ് ചെയ്യുന്നു. ഈ 2 പ്രോസസ്സ് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് 1നെ പ്രോസസ്സ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് MSBനെ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. സോ അതിൻ്റെ ടേബിൾ എങ്ങനെയായിരിക്കും, ഇനീഷ്യലി നമ്മളെന്തായിരിക്കും D3, D2, D1, D0, Q0 എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, Q3, Q2, Q1, Q0 എന്ന് പറയുന്നതെല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമ്മളെന്തായിരിക്കും ക്ലോക്ക് പൾസസ് കൊടുക്കുകയാണ്. ക്ലോക്ക് പൾസസ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇൻപുട്ട് എന്താണ് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ടിനെ 1ലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ 0 എന്ന് പറയുന്നത്, അതായത് MSBയിലുള്ള 0നെ എന്തായിരിക്കും റൈറ്റ് ഷിഫ്റ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. ഫൈനലി എന്തായിരിക്കും 1 വരുന്നത്. ഇതാണ് ഇതിൻ്റെ വേവ് ഫോം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് എല്ലാം 0 ആണെങ്കിൽ എന്തായിരിക്കും ഈ 1ൻ്റെ മിഡിൽ നിന്നായിരിക്കും വരുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും 1 0 0 1 1 0 1 1 0 4 കോൺസിക്യൂട്ടീവ് വൺസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സീരിയലായിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, സീരിയലായിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുന്നത്. സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീരിയൽ ഇൻപുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരലൽ ഔട്ട്പുട്ടായിരിക്കും. സീരിയൽ ഇൻപുട്ടായിരിക്കും, ബട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരലൽ ഔട്ട്പുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സീരിയൽ ഇൻപുട്ട് 1 കൊടുക്കുന്നു, 1 ബിറ്റ് വെച്ചിട്ടായിരിക്കും അത് പ്രോസസ്സ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇവിടെ Q3യിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ Q3 ആയിട്ട് ഔട്ട്പുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്തായിരിക്കും ആ Q3യുടെ ഔട്ട്പുട്ടിനെ തന്നെയാണ് FF2ൻ്റെ ഇൻപുട്ടായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും സീരിയൽ ഇൻ പാരലൽ ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സീരിയലി ആയിട്ട് ഇൻപുട്ടുകൾ ഡിഫൈൻ ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു ആക്ഷനിൽ പെർഫോം ചെയ്യുന്നത്. നോർമലി സീരിയൽ ഇൻ പാരലൽ ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട്. പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്നത് നമ്മളൊക്കെ എന്തായിരിക്കും, പാരലായിട്ട് ഇൻപുട്ടിനെ കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സീരിയലായിട്ടായിരിക്കും ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്ത് കിട്ടുന്നത്. സോ നമ്മൾ ഇതിൽ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത് വെച്ചാൽ കോമ്പിനേഷൻ സർക്യൂട്ട്സിലെ മക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. മെയിൻലി ഈ PISOയിൽ 2 മോഡ്സ് ആണുള്ളത്, ഒന്ന് ഷിഫ്റ്റ് മോഡും ലോഡ് മോഡും. അപ്പോൾ ഷിഫ്റ്റ് മോഡും ലോഡ് മോഡും ഇതാണ് നമ്മുടെ ഗിവൺ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്താണ് വരുന്നത്, ഫസ്റ്റ് ഇതാണ് ഷിഫ്റ്റ് ആൻഡ് ലോഡ് മോഡ്. ഇതാണ് നമുക്ക് 2 മോഡ്സാണ് ഇതിലുള്ളത്, ഷിഫ്റ്റ് ആൻഡ് ലോഡ് മോഡ്. അപ്പോൾ ഷിഫ്റ്റ് ആൻഡ് ലോഡ് മോഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊന്നും ഓക്കെ. ആ സമയത്ത് എന്തായിരിക്കും 2 4 6 ആക്റ്റീവ് ആണ്. ഈ ആൻഡ് ഗേറ്റ്സ് ഉണ്ട്. 2 4 6 ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്തായിരിക്കും ഷിഫ്റ്റ് ലോഡിൻ്റെ ഈ ഒരു ലൈൻ, അതായത് ഈ പാത്ത് ആക്റ്റീവ് ആവും. ആ ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്തായിരിക്കും 2 4 6 ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ആ ടൈമിൽ ലോഡ് എന്നുള്ള ആക്ഷനാണ് പെർഫോം ചെയ്യുന്നത്. ഡാറ്റേനെ നമ്മൾ എന്തിരിക്കും ലോഡ് ചെയ്യണ ആക്ഷനാണ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും 1 3 5 എന്നുള്ളത് ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്തായിരിക്കും 2 4 6 എന്നുള്ളത് ഡീആക്ടിവേറ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും ഷിഫ്റ്റ് മോഡാണ് ആക്ടിവേറ്റ് ആവുന്നത്. 1 3 5 എന്നുള്ള ആൻഡ് ഗേറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് മോഡായിരിക്കും ആക്റ്റീവ് ആവുന്നത്. 2 4 6 ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ലോഡ് മോഡായിരിക്കും ആക്റ്റീവ് ആവുന്നത്. അതർ സമയത്ത് എന്തായിരിക്കും 1 3 5 എന്ന് പറഞ്ഞത് ഡീആക്ടിവേറ്റ് ആവും.
അപ്പോൾ ഷിഫ്റ്റ് ആൻഡ് ലോഡ് മോഡ് ആക്റ്റീവ് ആവുന്നത് ഏത് ടൈമിലാണ്? ഈ മോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. B0, B1, B2, B3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്, പാരലൽ ഇൻപുട്ട്സ് ആണ്. ആ ഇൻപുട്ടിൽ എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ് പെർഫോം ചെയ്യുന്നത്. ആ കോമ്പിനേഷൻ സർക്യൂട്ട് എന്തായിരിക്കും? പാരലൽ ഇന്നാണ്. പാരലായിട്ട് B0 കൊടുക്കുന്നു, പാരലായിട്ട് എന്താണ് 2 ആൻഡ് ഗേറ്റ് ഒരു ഓർ ഗേറ്റും വെച്ചിട്ടുള്ള ഔട്ട്പുട്ട്. അതായത് നോർമൽ നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ടിലെ ആക്ഷൻസ് ആയിരിക്കും ഇവിടെ പെർഫോം ചെയ്യുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നു. നെക്സ്റ്റ് എന്തായിരിക്കും? B1 എക്സ്ട്രാ, B1 എന്ന് പറഞ്ഞാൽ പാരലൽ ഇൻപുട്ടാണ്, B2 പാരലൽ ഇൻപുട്ട്, B3 പാരലൽ ഇൻപുട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറ്റ സിംഗിൾ ക്ലോക്കിൽ നിന്നായിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടുള്ള പൾസസ് ടൈം അല്ലെങ്കിൽ ക്ലോക്ക്സ് സിഗ്നൽസ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്നുള്ള ഡിഫൈൻ ചെയ്യുന്നത്. 2 മോഡാണുള്ളത്, ലോഡ് മോഡ് ആൻഡ് ഷിഫ്റ്റ് മോഡ്. ലോഡ് മോഡിനും ഷിഫ്റ്റ് മോഡിനും ബേസ് ചെയ്തിട്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് പാരലൽ ഇൻ പാരലൽ ഔട്ട്. പാരലായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, പാരലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. ആകെ സിഗ്നൽസ്, അതായത് നമുക്ക് ലോഡ് ചെയ്യാനുള്ള സിഗ്നൽസിന് കൊടുക്കുന്നത് ക്ലോക്ക് പൾസസ് ആണ്. ആ ക്ലോക്ക് പൾസസ് ആക്റ്റീവ് ആണതനുസരിച്ചിട്ടായിരിക്കും ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സും എക്സിക്യൂട്ട് ആവുന്നത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. A3, A2, A1, A0 എന്ന് പറഞ്ഞിട്ട് 4 ഇൻപുട്ട് പാരലൽ ഇൻപുട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ തമ്മിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ല. ആകെ എന്തായിരിക്കും? സിംഗിൾ ക്ലോക്ക് പൾസസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോക്ക് പൾസസ് എന്തിനാണ് നോർമലി യൂസ് ചെയ്യുന്നത്? ഡാറ്റേനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോക്ക് പൾസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരലൽ ഔട്ട്പുട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. PIPO എന്ന് പറയുന്നത് പാരലൽ ഇൻ പാരലൽ ഔട്ട്പുട്ട് നോർമലി യൂസ് ചെയ്യുന്നത് ടെമ്പററി സ്റ്റോറേജ് ഡിവൈസസിലാണ്. ഓക്കെ, ഇത്രയാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ മോഡ്സ്. 4 മോഡ്സ് നമ്മൾ പഠിക്കാനുള്ളത്.